എന്താ വിഷയം എന്നൊന്ന് പറയോ? എന്താ അത്താണ് ഉച്ചയ്ക്കും പൈ ഒപ്പിച്ചിക്ക ഒപ്പിച്ചിക്ക് ആ ഞങ്ങള് ഓനെ ചതിച്ചൂന്ന്. വെച്ചു എന്ത് അല്ല അതൊരു അന്റെ അമ്മയാണ് വന്നു വന്നേ പെണ്ണൊക്കെ സമയം കൊണ്ട് വന്നു. അതൊരു നോക്ക് അത് കാട്ടിനപ്പുറം വെട്ടിക്കിട് കട്ടെടുത്താണതേ. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് തുടർന്ന് കാണുക. എച്ചിമാമോ എവിടെ എവിടെ? എന്റെ കൂടിയിലോ? ഇപ്പൊ സമയം എത്രയെന്ന് അറിയോ? 4:01. ഇത് നേരത്തെ ഒന്നും പറഞ്ഞില്ലല്ലോ, ഉച്ചക്കല്ലേ പറയണ്ട്. രാത്രിയോ? രാത്രി ഒന്നും വരൂല. ഇത് ഉച്ചക്ക ചോറ് അല്ല, ഇതിന്റെ സമയം ഉച്ചയായിരുന്നേ. ഉച്ചക്ക് ഞാനും ചൊപ്പുണ്ടാവില്ല. അപ്പൊ എനിക്ക് ഇത് തരണമൊന്നുമില്ല, വിളിച്ചണമൊന്നുമില്ല. ഇപ്പളാ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും സൽമാൻ ഡീക്കനോട് എന്തുമാത്രം സ്നേഹമാണ് എന്ന്. ഇങ്ങനെ സ്നേഹിച്ചും ഇറച്ചിഞ്ചോറൊക്കെ തിന്നാൻ പറഞ്ഞിട്ട് നിർബന്ധിക്കണൊക്കെ സമയത്ത് ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് നടക്കാൻ പോണത്. രാത്രിയോ? ഇജ്ജ് ഉച്ചക്കാരൊന്നും തിന്നണ്ട. ഇഞ്ഞു പോരി പോവാ. സൽമാൻ എടുത്തിട്ട് സ്ഥിരം പോണ പോലെ ഗ്രൗണ്ടിൽ പോകാൻ വേണ്ടി വന്നതാണ് ഞാൻ. എൻ്റെ ബൈക്കിൻ്റെ ബാഗിൽ കയറിയ ഉടനെ സൽമാൻ പറയണത് ഡീക്കട വീട്ടിൽ പോ, ഡീക്കട ഉമ്മാനെ കാണണം എന്നാ. കുടിക്ക് പോകാണ്ട് എൻ്റെ ഒപ്പം പോന്നിക്ക. എന്താന്ന് അറിയില്ല, കുറച്ച് ഗൗരവമുള്ള പോലെ തോന്നല്. ഉമ്മാനെ എന്തോ ഗോളുണ്ട്. നിങ്ങളെ കാണാൻ വേണ്ടി വന്നിക്കാണ്. നിങ്ങളെ കാണാൻ വന്നിക്കാണ്. എന്താ വിഷയം എന്നൊന്ന് പറയോ? എന്താ അത്താണ് എന്താ അത്താണ് ഉമ്മാവുണ്ട്. സുഖവിവരം അന്വേഷിച്ചാൻ വന്നിക്കാണ്. സുഖവിവരം അന്വേഷിക്കാൻ വന്നതാണെന്നാണ് ഞാനും ആദ്യം വിചാരിച്ചത്. പിന്നീടല്ലേ കാര്യം മനസ്സിലായത്. അയ്യോ വള്ളം കലക്കാൻ പറഞ്ഞിക്കല്ലേ ചേ? വള്ളം കലക്കണ്ടല്ലോ. ഉറപ്പിച്ചൂന്നോ? അന്റെ കല്യാണം ഉറപ്പിച്ചോ? ഡീക്ക ഒപ്പിച്ചു എന്നാണ് ആശാൻ പറഞ്ഞത്. പക്ഷെ എനിക്ക് തിരിഞ്ഞത് ഡീക്ക ഉറപ്പിച്ചു എന്നാണ്. പിന്നെ എനിക്കത് മനസ്സിലായത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഓൻ്റെ വായിന്ന് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോഴാണ് ആദ്യം പറഞ്ഞ വാക്ക് ഒപ്പിച്ചു എന്നതാണെന്ന് മനസ്സിലായത്. പിന്നീട് എൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ആശാൻ്റെ മുഖത്ത് ഒരു ചിരിയും കാര്യങ്ങളൊന്നുമില്ല. ഞാനും തിരിച്ചു നോക്കുമ്പോൾ മുഖത്തുനിന്ന് നോട്ടം മാറ്റുക, വേറെ എവിടേക്കൊക്കെ നോക്കിയിരിക്കുക. ഓൻ്റെ വീട്ടിൽ നിന്ന് കാണിച്ച ഇറച്ചിയും ചോറും തിന്നാൻ കാണിച്ച സ്നേഹമൊന്നും എൻ്റെ വീട്ടിലെത്തിയപ്പോൾ പിന്നെ കണ്ടില്ല. അങ്ങനെ എൻ്റെ അമ്മ ടാങ്ക് കലക്കി കൊടുന്നു കൊടുത്തപ്പോൾ സാധാരണ കിട്ടിയ ബൈക്ക് തന്നെ 3 നാള് അതൊന്നും ചെയ്യാണ്ട് ടേബിളും തന്നെ വെച്ചു. എന്തിനൊക്കെയുള്ള പുറപ്പാട്. അപ്പോ പൈസക്ക് ഇഷ്ടാണ് ഈ ബെല്ല അവിടെ. അപ്പോ അവൾ ജക്കും പൈ ഒപ്പിച്ചിക്ക് അത് പറയാനപ്പോ വന്നിക്കണ്. എന്താ പറഞ്ഞറിയോ? ഞങ്ങളിപ്പോ 2 ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എറണാകുളത്ത് പരിപാടിക്ക് പോവാണ് പറഞ്ഞില്ലേ? ഡ്രസ്സൊക്കെ എടുത്ത് പോയില്ലേ? അന്ന് രാത്രി തന്നെ ഇങ്ങോട്ട് പോകുന്നില്ലേ? അന്ന് ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് പോയില്ലേ? എന്നിട്ട് നിക്കാൻ വേണ്ടി പോയതല്ലേ? പിറ്റേ ദിവസത്തെ പരിപാടി ക്യാൻസലായി. അന്ന് ഞങ്ങള് തിരിച്ചു പോന്നു. അപ്പൊ പറയണ് ഞങ്ങൾ ഓനെ മനഃപൂർവ്വം ഒപ്പിച്ച് കേണെന്നാ പറയണതേ. ഞങ്ങൾ ഓനെ ചതിച്ചൂന്ന്. എന്ത്? ആ പിറ്റേ ദിവസം പരിപാടി ഇല്ലാഞ്ഞിട്ടല്ലേ? പരിപാടി അവിടെ ഇല്ലാഞ്ഞിട്ടല്ലേ? ഓനിക്ക് എല്ലായിടത്തും പോയാലും നിക്കണ ഇഷ്ടാ. അത് പറയാനാണ് ഇപ്പൊ എന്റെ വണ്ടിയുടെ പിന്നാലെ കയറി. വണ്ടിയുടെ പിന്നിൽ തന്നെ കേറി ഞാൻ ഓനെ ചതിച്ചു എന്ന് പറയാനാണ് ഇപ്പൊ നിങ്ങളെ കാണാൻ വന്നിരിക്കണത്. അന്ന് അവിടെ പരിപാടി ഉണ്ട്.
എന്നിട്ട് അതിന്റെ പിറ്റേ ദിവസവും പരിപാടി ഉണ്ട്. അപ്പൊ പിറ്റേ ദിവസത്തെ പരിപാടി ക്യാൻസൽ ആയപ്പോ അന്ന് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പൊ ഇവന്റെ വിചാരം ഞങ്ങൾ മനഃപൂർവ്വം ഓനെ അവിടെ നിക്കയക്കാണ്ട് കൊണ്ടു നിക്കണെന്നാ വിചാരിച്ചിരിക്കണേ. പരിപാടി ക്യാൻസൽ ആ കല്യാണം പറഞ്ഞില്ലേ? കല്യാണത്തിന്റെ അന്ന് ഓനിക്ക് പരിപാടി, ഞാൻ പോയില്ലല്ലോ. പോയില്ലേ നിക്കുന്നില്ല. ഇതിന്റെ കുറ്റം പറഞ്ഞു കൊടുക്കാനാ എന്റെ കുടിക്ക് വന്നിക്കണില്ലേ? അപ്പൊ എന്റെ വണ്ടിമന്നെ കേറിയിട്ട് ശാസ്ത്രല്ല ഓരോ പെണ്ണുകളെ കാണിച്ചത് ഇതിനെ കെട്ടണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, ഒന്ന് ഇത് എനിക്ക് പെണ്ണേ തരാറില്ല. എല്ലായിടത്തും പോയി കഴിഞ്ഞാലും പെണ്ണുണ്ടോ ചോദിച്ചാണ്. ഞാന് തരണുണ്ട് അത് വേണം. അതിന്റെ അല്ലേ എനിക്ക് മറ്റേ പെണ്ണിട്ടുള്ള പൈസ അല്ല, എന്നത് തരുവോ വെച്ച് കിട്ട് പറഞ്ഞാൽ അതിന്റെ സമയം ഞാൻ കിട്ടും. നിങ്ങള് പെണ്ണുകാരെ പറഞ്ഞിട്ട് എല്ലാരും ഇപ്പം ഞാൻ എന്റെ അമ്മയാണ്. പെണ്ണൊക്കെ സമയം കൊണ്ട് വന്നു. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇവനെ എവിടെ പോയി കഴിഞ്ഞാലും പെണ്ണ് ഇവിടെ കുട്ടിണ്ടോ ഞാന് ചിക്കൻ വന്നു ഇല്ലേ അമ്മ പറഞ്ഞിട്ട് ഓക്ക് ഞാനൊരു കാര്യം സുഹൃത്തെ ഒരു കാര്യം പറയാം. പറയുന്നത് ഞാൻ പറയാം. ചെറുക്കണ്ട നോക്കണം. അനി ഞാൻ പറയട്ടെ, ഞാൻ കുട്ടീനെ നോക്കാം. കുട്ടീനെ നോക്കിയിട്ട് ശരിയായ കല്യാണം നടത്താനുള്ള പൈസ ചെയ്ത് തരുമോ? തരുമോ? ഉറപ്പല്ലേ? കുട്ടി ഞാൻ നോക്കാം. ഒരപേക്ഷ ഉണ്ട്. ഇനി ഈ പരിപാടികൾക്ക് പോകുമ്പോ സ്റ്റേജിമോ വെച്ചിട്ടും അല്ലെങ്കിൽ ആൾക്കാർ ഞാൻ പറയട്ടെ ഞാൻ ആദ്യം മറന്നിട്ട് ഇനി പറയാ. ഹലോ തന്നെ കുട്ടിനെ എന്റെ അമ്മാന്റെ കൂടിയാണ്. അവിടെ കുട്ടി ഉണ്ടാവും. ഇജ്ജ് കണ്ടുക്കണോ അവിടെ കുട്ടി ഉണ്ടെന്ന്? എങ്ങനെ നമ്മളെ കുടുംബമായോ? ഒക്കെ ആദം നബിയുടെ മക്കൾ അങ്ങനെ കുടുംബാവും. പറഞ്ഞു പറഞ്ഞപ്പോ എന്റെ കുടുംബത്തിലെ കുടുംബം അയച്ച് പള്ളിയോ അല്ല ഞാനൊരു കാര്യം കേട്ടെ. അപ്പൊ ഇതിന്റെ കാരണവരാ പിന്നെ മൊത്തം ഓനിക്ക് എന്ത് ചക്കിയും കറി വെച്ചു പറഞ്ഞാലും. ഹലോ, വിഷയത്തിൽ നിന്ന് തന്നെ മാറി. ഞാൻ പറയുന്നത് വെച്ചാലേ, ഇനി ആൾക്കാർ കൂടുന്ന സ്ഥലത്ത് പരിപാടിക്കൊക്കെ പോകുമ്പേ, നാടൻ മുറിച്ചാനൊക്കെ പോകില്ലേ, ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോഴേ, പരിപാടിക്കൊക്കെ പോകുമ്പോഴേ കുട്ടിണ്ടോ എന്ന് ചോദിച്ചു. അല്ല, അവിടുന്ന് ചോദിക്കണ്ട, അല്ലാത്തടത്തുനിന്ന് ചോദിച്ചാ വേണ്ട. അവിടുന്ന് വേണ്ട. കൊറേ ആൾക്കാരുണ്ട് ചോദിച്ചു കഴിഞ്ഞാ ആകെ വസളാവൂലേ? നോക്കിക്കൊണ്ട് അതിന്റെ സമയമാകുമ്പോ കുട്ടി എവിടെ ഉണ്ടാകുമ്പോ ഞാൻ പോയി നോക്കിക്കൊണ്ട്. അല്ല, എവിടെയും ഉണ്ടാവൂല, എവിടെയും ഉണ്ടാവൂല. ഉണ്ടായിരുന്നാണ് എല്ലായിടത്തും കൂടിയും പോയിട്ട്. അല്ലേ, ഞാനിപ്പൊ നോക്കാൻ തുറക്കുമ്പോ ഞാൻ നോക്കി അന്നെ നോക്കണ്ടതാ എലിയെ പറ്റേ അതാണ് ഇപ്പൊ റോഡ് മക്കില് ഏതൊരു കുട്ടിയെ കണ്ട അത് നോക്കിയാ
കോമഡി എന്താ അറിയോ കല്യാണം കഴിഞ്ഞിട്ട് അതിനെ കിട്ടണോ ചോദിച്ചു അത് എപ്പോഴാണോ എപ്പോഴാണ് ഇന്റെ ഉപ്പാനെ കണ്ടു ദയവ് സുഹൃത്തേ വേണ്ട. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ എടുത്ത് വെക്കണ്ടാവും ഒക്കത്ത് കുട്ടികളൊക്കെ എടുത്ത് പോണ ഒറ്റ കണ്ടാലൊക്കെ അതിനെ കിട്ടണോ ചോദിച്ചു. അങ്ങനെ എന്താ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ചെക്കന്മാരൊക്കെ കൂടിയിരിക്കുന്ന സ്ഥലത്തെത്തിയിട്ടോ. വേൾഡ് കപ്പിൻ്റെ ആരവം ആവേശം ചെക്കന്മാരൊക്കെ ഫ്ലക്സ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. സൽമാൻ അർജന്റീന ഫാനാണ്. ഇപ്പോൾ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് ബ്രസീലിൻ്റെ ഫ്ലക്സുകളാണ്. സൽമാൻ്റെ ടീമായ അർജന്റീനയുടെ പ്രധാന ശത്രുക്കളായ ബ്രസീലിൻ്റെ ഫ്ലക്സാണ് അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ സൽമാൻ ഒന്ന് തളക്കാണ്ടിരിക്കില്ലല്ലോ. ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ നമ്മള് പറഞ്ഞിട്ട് കപ്പെടുത്തു. നമ്മുടെ ടീമിന്റെ പേര് കൊടുക്കണം. അന്റെ ടീം ഏതാ? ഇവിടെ പോയി ചെറുക്കന്മാരെ കൊണ്ട് പണിപ്പിച്ചിട്ട് അല്ലേ അസ്സലാമലൈക്കും. ഫസ്റ്റ് റൗണ്ടിൽ തീരുമാനമായി. അട്ടിനി എത്ര കുഴിച്ചിട്ട് ഓനാണ് തീരുമാനെ. അട്ടിനി എത്ര ഫസ്റ്റ് റൗണ്ടിൽ പോയി. അട്ടിനി കാട്ട് കേറി ഒട്ടി അത് കാട്ടിനപ്പുറം ഒട്ടിക്കിട് കട്ടെടുത്താണ് കാട്ട് കേറി കട്ടോ അല്ലേ? അല്ലേ നമ്മുടെ ഫ്ലക്സ് വെക്കണ്ടേ? അർജന്റീനയുടെ ഫ്ലക്സ് വെക്കണ്ടേ? പൈസ തരുമോ? പൈസ തരുമോ? ഓക്കേ അലിഫുഡ് ആണിന്റെ വർത്താനം ഫോറസ്റ്റുകളല്ലോ. ഫോറസ്റ്റ് വേറെ ഫസ്റ്റ് റൗണ്ടിൽ പോയ തീരുമാനം ഔട്ടോ. ഏത് എന്താ ഇത് ഫുള്ള് ബ്രസീലാ തിരുമാനെ. ഇതൊക്കെ ഫസ്റ്റ് റൗണ്ടിൽ പുറത്താവുകയെ കണ്ടിട്ടില്ലേ? അല്ല നിങ്ങളൊക്കെ ബ്രസീലുകാരാ? ഓടുന്നു ബ്രസീലുകാരെ എത്ര ഇവിടെ നിന്ന് ചിലപ്പോ നമുക്ക് അടിയിട്ട് പോവാ. ഇവിടെ പണിയിട്ടു അല്ലേ? അട്രിയ ബ്രസീൽ അർജന്റീന അതാ അതിനറിയില്ല. എല്ലാരും ഫ്ലക്സോ കുഴിച്ചിട്ടുള്ള ആളാണ്. എല്ലാരും ഫ്ലക്സോ കുഴിച്ചിട്ടുള്ള ആളാണ്. ഓനെന്താ തന്നിട്ടില്ലേ? വായിക്കോട്ടെ. ഓന് തന്നിട്ടില്ല ബാക്കി മറിച്ചിട്ട് പോയിക്കോളൂ. തരാ ഇവന്. ഇത് ബ്രസീലല്ലേ? ബ്രസീലല്ല, ഇന്ത്യ. ഇത് പൈസ ഒന്നല്ല. വെറുതെ കുഴിച്ചിട്ടുള്ള തോൽക്കുന്നു. എന്തപ്പോ നമ്മള് കാട്ടുക? മനെ നമ്മള് പ്രാവശ്യം വേൾഡ് കപ്പിന് പോകണ്ടോ? അല്ലേ വലിയ കടിയിലേ ബെറ്റിനുണ്ടോ വെച്ചിട്ടാണ് ഡയലോഗ് അടിച്ചു. ഓപ്പോസിറ്റ് നിൽക്കുന്ന അസ്കർ ബെറ്റ് വെക്കൂല എന്നാണ് ഓന്റെ വിചാരം. അസ്കർ ഉടനടി ബെറ്റിനുണ്ട് എന്നാണ് പറഞ്ഞപ്പോൾ സൽമാന്റെ കിളി പോയി. പൈസ പോണ വിഷയത്തിന് ഓൻ നിൽക്കൂല നിങ്ങൾക്ക് അറിയില്ലേ. ഇപ്പൊ മെല്ലെ വിഷയം മാറ്റാൻ നോക്കുകയാണ് ആള്. ഇപ്പൊ എന്തായി? അസ്കർ പാവാണ്, ചങ്കാണ്, എല്ലാം ആയി. ബെറ്റിന്റെ ടോപ്പിക്കും എല്ലാം അങ്ങോട്ട് മാറ്റി. അപ്പോൾ മറക്കാണ്ട് എല്ലാവരും ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറന്ന ആൾക്കാർ ഇപ്പം തന്നെ ഒന്ന് ചെക്ക് ചെയ്തു എന്നൊന്ന് ഉറപ്പ് വരുത്തുക. ലൈക്ക് മാത്രമല്ല, വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കും വേണം. വീഡിയോ കഴിഞ്ഞിട്ടില്ല കേട്ടോ.
സൽമാന് ബ്രസീൽ ഫാൻസിനെ വിടാൻ ഒരു ഉദ്ദേശമല്ല, പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നേ. ഒന്ന് പൊയ്ക്കാൻ ഉണ്ടപ്പായിനി സൽമാനും ചെക്കന്മാര് കൂക്കി വിട്ടു. ഞങ്ങളോട് ഞങ്ങളെ കളി അതാ